Hi friends, welcome back to our class. Today I am going to provide you a detailed description of the chapter Zlateh the Goat, written by Isaac Bashevis Singer. Actually, this is the last chapter in the second module, Sustainable Environment. Now, I.B. Singer was born in the year 1902 and he was a Jewish American novelist and short story writer. His first story came out in 1925 and it was titled In Old Age. It was his novel The Family Mouse Cat, published in 1950, that made him famous. He got the Nobel Prize for Literature in 1978. He died in Florida. This is the background of Isaac Bashevis Singer. 1902 ജനിച്ച പോളണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ജൂവിഷ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റോറി 1925 പുറത്തിറങ്ങിയ ഇൻ ഓൾഡ് ഏജ് എന്ന പേരിലുള്ള സ്റ്റോറിയായിരുന്നു. 1950 പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ ഫാമിലി മൗസ് കാറ്റ് എന്ന നോവലാണ് അദ്ദേഹത്തിന് ഫേമസ് ആയി മാറാൻ ഇടകൊടുത്തത്. ദെൻ 1978 ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് ലഭിച്ചു. ഫ്ലോറിഡയിൽ വെച്ചിട്ട് 1991 അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ I would like to give you a background of the very story. Zlateh the Goat is a poignant story about the bond between human beings and animals. ആക്ച്വലി ഈ സ്റ്റോറി ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് തമ്മിലുള്ള ബോണ്ടിനെ കാണിക്കാനുള്ള ഒരു സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് സെറ്റ് അറൗണ്ട് ഹനൂക്ക. ഹനൂക്ക എന്ന് പറയുന്നൊരു ജൂവിഷ് ഫെസ്റ്റിവലുണ്ട്. ആ ഫെസ്റ്റിവലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കഥ നടക്കുന്നത്. ആ ഒരു ഹനൂക്ക ടൈമിലാണ് ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. It is set around Hanukkah time in an unnamed Jewish settlement in Poland. ഇതിലെ കഥാപാത്രം റൂവൻ എന്ന് പറയുന്നത് ഹീ വാസ് എ പേഴ്സൺ ഹു ഡീൽസ് ഇൻ ഫേഴ്സ് എല്ലാം വിൽക്കുന്ന, അതായത് ഈ രോമക്കുപ്പായങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരാളാണ് റൂവൻ. ഹിസ് വൈഫ് ഇസ് ലിയ. ഹി ഹാസ് എ സൺ നെയ്മഡ് ആരൺ ആൻഡ് 2 daughters, Anna and Miriam. You know, the family is in bad times as the winter is mild and the services of furrier are not much required. ആ സമയത്ത് ആക്ച്വലി നമുക്കറിയാം ഈ രോമക്കുപ്പായങ്ങളൊക്കെ വിൽപ്പന നടക്കുക ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മഞ്ഞ് കാലഘട്ടത്തിലൊക്കെയാണ്. വിൻ്ററിലാണ് ഈ കഥ നടക്കുന്നത്. പക്ഷേ ആ വർഷം എന്തുകൊണ്ടോ തണുപ്പ് കൂടുതലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് ബിക്കോസ് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒബ്വിയസ്ലി ഫിനാൻഷ്യൽ ക്രൈസിസ് വാസ് ദർ. ടു ഓവർകം ദ ഫിനാൻഷ്യൽ ക്രൈസിസ്, റൂവൻ ഡിസൈഡ്സ് ടു സെൽ Zlateh the Goat ടു ഫെയ്വൽ ദ ബച്ചർ. അവരുടെ വീട്ടിലെ ആടിൻ്റെ പേരായിരുന്നു Zlateh. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടായ സമയത്ത് റൂവൻ തീരുമാനിക്കുവാണ് Zlateh എന്ന് പറയുന്ന അവരുടെ വീട്ടിലുള്ള ആടിനെ ടൗണിലുള്ള ബച്ചറായിട്ടുള്ള ഇറച്ചിവെട്ടുകാരനായിട്ടുള്ള ഫെയ്വലിന് വിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ 8 ഗോൾഡൻ അദ്ദേഹത്തിന് കിട്ടും. ആ പൈസ മതി അദ്ദേഹത്തിന് ജൂവിഷ് ഫെസ്റ്റിവലായിട്ടുള്ള ഹനൂക്ക സെലിബ്രേറ്റ് ചെയ്യാനെന്ന് അദ്ദേഹം ആലോചിക്കുവാണ്. അങ്ങനെ അദ്ദേഹം വിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനായ ആരണിനെ ഏൽപ്പിക്കുന്നു. ദ ജോബ് ഇസ് എൻട്രസ്റ്റഡ് ടു ആരൺ. ഓൺ ദ വേ ദ വെതർ ബിക്കംസ് ബാഡ്. ആരൺ ആൻഡ് Zlateh ആർ caught in a hailstorm. അങ്ങനെ ആരൺ Zlateh എന്ന് പറയുന്ന ആടിനെയും കൊണ്ട് ടൗണിലേക്ക് പോകുന്ന വഴി അവിടെ വെതർ ബിക്കംസ് ബാഡ്. ആരൺ ആൻഡ് Zlateh ആർ caught in a hailstorm. വല്ലാത്തൊരു കൊടുങ്കാറ്റിൽ അകപ്പെടുവാണ് രണ്ടുപേരും കൂടെ. They lost their way and are trapped in a blizzard. ആ കൊടുങ്കാറ്റിൽ വഴിയിൽ മുഴുവനും മഞ്ഞുകട്ടകൾ വന്ന് വീഴുകയും അത് കാരണമായിട്ട് അവരുടെ വഴി തെറ്റിപ്പോവുകയും ചെയ്യുന്നു.
ദേ ഫൈൻഡ് ഷെൽട്ടർ ഇൻ എ ഹെയർ സ്റ്റാക്ക്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഒരു ഹെയർ സ്റ്റാക്ക്, വൈക്കോൽ കൂനയിൽ, മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന ഒരു വൈക്കോൽ കൂനയിൽ അവർ ഷെൽട്ടർ നേടുകയാണ്. ആരൺ ഡ്രിങ്ക്സ് ദ ഗോഡ്സ് മിൽക്ക് ഡ്യൂറിങ് ദ 3 days സ്പെൻഡ് ഇൻസൈഡ് ദ ഹെയർ സ്റ്റാക്ക്. ദേ ഡെവലപ്പ് എ സ്പെഷ്യൽ ബോണ്ട്. 3 ദിവസത്തോളം, ഏതാണ്ട് 3 ദിവസത്തോളം ആ വൈക്കോൽ കൂനയിൽ രണ്ടുപേർക്കും കഴിയേണ്ടി വന്നു. വഴി തെളിയാതെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടുകൊണ്ട് കഴിയേണ്ടി വന്നു. ഈ 3 ദിവസവും ഈ ഗോട്ട് കഴിച്ചത് ആ വൈക്കോല്, ഹേ സ്റ്റാക്കിലുണ്ടായിരുന്ന ഹേ ആണ്. ആരൺ കുടിച്ചത് സ്ലൈറ്റയുടെ മിൽക്കായിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 3 ദിവസം അവിടെ കഴിഞ്ഞതോടുകൂടി ഇവർ തമ്മിലൊരു സ്പെഷ്യൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യുവാണ്. ദ ബോയ് സ്റ്റാർട്ട്സ് തിങ്കിങ് ടു ദ ഗോട്ട് ആസ് ഇഫ് ഇറ്റ് ഹിസ് സിസ്റ്റർ. ഈ ഗോട്ടിനെ അവൻ്റെ സിസ്റ്ററായിട്ടാണ് അവൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. The unconditional trust of an animal in human beings, the seamless nature of the web of life that includes plant and animal kingdom. It was the hay that keeps Zlateh alive for 3 days, which enabled Aaron get milk from her. The changing phases of landscape and weather are the major themes of the story. Actually, ഇവിടെ നമ്മൾ കാണുന്നത് ആനിമൽസിന് ഹ്യൂമൻ ബീങ്സിലുള്ള വിശ്വാസം, പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് എല്ലാം കൂടി ഒരുമിക്കുന്ന നേച്ചറിൻ്റെ ഒരു വെബാണ്, ഒരു വലയാണ്, ഒരു വലയമാണ് നമ്മളിവിടെ കാണുന്നത്. നേച്ചറിൻ്റെ വിവിധ മുഖങ്ങൾ, കാലാവസ്ഥ ചേഞ്ചസ്, ഇവിടെ സീസണൽ ചേഞ്ചസ് ഒക്കെയാണ് ഈ കഥയുടെ തീംസായിട്ട് റൈറ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി ദിസ് ഇസ് ദ backbone and the background of the story. We enter into the chapter. At Hanukkah time, the road from the village to the town was usually covered with snow. But this year the winter was mild. It was Hanukkah's time, but there was hardly any snow. The sun shone most of the time. The peasants complained that because of the dry weather, the winter harvest would be bad. There was no grass around and peasants sent their cattle out to pasture. ഇവിടെ ഹനുക്ക ടൈമിൽ ആ വർഷം തണുപ്പൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾ അനുഭവിച്ച ചെറിയൊരു വിഷമത്തിനെക്കുറിച്ചാണ് പറയുന്നത്. നോർമലി ഹനുക്ക ടൈമിൽ ഈ വില്ലേജിൽ നിന്നും ടൗണിലേക്കുള്ള റോഡുകളൊക്കെ വല്ലാതെ സ്നോ വന്നിട്ട് മൂടിക്കിടക്കുമായിരുന്നു. ബട്ട് ഈ വർഷം വിൻ്റർ, തണുപ്പ് കാലം അത്ര ഹാർഡായിരുന്നില്ല. ഹനുക്കയുടെ ടൈം ആയിരുന്നെങ്കിലും അവിടെ സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കൃഷിക്കാർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയുണ്ടായി. കാരണം എന്താ, അവിടുത്തെ കാലാവസ്ഥ, വെതർ നന്നായിട്ടില്ലെങ്കിൽ ആ വിൻ്റർ ഹാർവസ്റ്റ് ഒന്നും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റില്ല, കൃഷികളൊന്നും നന്നായിട്ട് നടക്കില്ല. ദെൻ അവിടെ ഒന്നും തൊട്ടടുത്തൊന്നും ഗ്രാസ് ഇല്ലാതിരുന്നതുകൊണ്ട് പെസൻസൊക്കെ അവരുടെ പശുക്കളെ, മൃഗങ്ങളെയൊക്കെ മറ്റു ദൂരെയുള്ള മെഡോയിലേക്ക്, പുൽമേടിലേക്കൊക്കെ പറഞ്ഞയക്കേണ്ടി വരുമായിരുന്നു ചെയ്തിരുന്നത്. ഫോർ റൂവൻ ഇറ്റ് വാസ് എ ബാഡ് ഇയർ. നോർമലി റൂവനും വളരെ മോശം ഒരു വർഷമായിരുന്നു അത്. ആഫ്റ്റർ തിങ്കിങ് ഫോർ എ ലോങ് ടൈം ഹീ ഡിസൈഡഡ് ടു സെൽ ഹിസ് ഗോട്ട് സ്ലേറ്റെ. ഷീ വാസ് ഓൾഡ് ആൻഡ് ഡിഡ് നോട്ട് ഹാവ് മച്ച് മിൽക്ക്. റൂവൻ ചിന്തിച്ചത്, ഈ ഗോട്ട് വളരെ ഓൾഡായി മാറിയിട്ടുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത്ര മിൽക്കൊന്നും ഇപ്പം തരുന്നില്ല. അപ്പോഴാണ് ടൗണിലുണ്ടായിരുന്ന ഇറച്ചി വെട്ടുകാരനായ ഫെയ്വൽ ഒരു ഓഫർ കൊടുക്കുന്നത്, എനിക്ക് ഈ ഗോട്ടിനെ വിൽക്കുവാണെങ്കിൽ ഐ വിൽ ഗിവ് യു 8 ഗോൾഡൻ ഫോർ ഹർ. With that money, Reuben could buy things for celebrating the Hanukkah. Reuben asked his son Aaron to take Zlateh to town. ഓക്കെ, അപ്പോൾ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ റൂവൻ മകനായ ആരണിനെ ഏൽപ്പിക്കുന്നു. ആക്ച്വലി ആരൺ ന്യൂ വൈ ദ ഗോട്ട് ഹാഡ് ടു ബി ടേക്കൺ ടു ദ ടൗൺ, ബട്ട് ഹീ ഹാഡ് ടു ഒബേ ഹിസ് ഫാദർ. ആരൺ അറിയായിരുന്നു എന്തിനാണ് ടൗണിലേക്ക് ഈ സ്ലാറ്റനെ കൊണ്ടുപോകാൻ പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഹാഡ് ടു ഒബേ ഹിസ് ഫാദർ. അങ്ങനെ ഈ ആടിനെ വിൽക്കുവാണെന്ന് കേട്ടപ്പോൾ റൂവൻസ് വൈഫ് ലിയ ക്രൈഡ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്.
The two daughters of Reuben, Anna and Miriam, cried loudly. Aaron put on his quilted jacket and a cap with fuzz. ആരൺ അവൻ്റെ ജാക്കറ്റ്, തണുപ്പ് കാലമാണ്, അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു, ഇയർ മഫ്സ് ഒക്കെ ഉള്ള ക്യാപ്പ് ഇട്ടു. ആൻഡ് ഹി ടൈഡ് എ റോപ്പ് അറൗണ്ട് സ്ലേറ്റേഴ്സ് നെക്ക്, കൊണ്ടുപോകാനുള്ള ഈസി, എളുപ്പത്തിന് വേണ്ടി. ഹി ടുക്ക് 2 slices of bread and some cheese to eat on the road. നമുക്കുണ്ടല്ലേ, പോകുന്ന സമയത്തൊക്കെ കുറിക്കാൻ വേണ്ടി കയ്യിൽ എന്തെങ്കിലും എടുക്കും, എവിടെയെങ്കിലും നടന്നൊക്കെ പോവുകയാണെങ്കിൽ. അതേപോലെ ടൗണിലേക്ക് പോകുന്ന വഴി കഴിക്കാൻ 2 slices of bread and cheese അവൻ കയ്യിലെടുത്തു. ആരൺ വാസ് സപ്പോസ്ഡ് ടു ഡെലിവർ ദ ഗോട്ട് ഇൻ ദ ഈവനിങ്, സ്റ്റേ വിത്ത് ദ ഫേവൽ ഫോർ ദി നൈറ്റ് ആൻഡ് റിട്ടേൺ ദ നെക്സ്റ്റ് മോർണിംഗ് വിത്ത് മണി. എന്തായിരുന്നു ആരൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്? ആടിനെയും കൊണ്ട് പോകുന്നു, അന്നത്തെ ഈവനിങ്ങിൽ തന്നെ വിൽക്കുന്നു, അന്ന് രാത്രി ഫേവലിൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്നു, പിറ്റേന്ന് മോർണിംഗ്, ഏർലി മോർണിംഗ് ക്യാഷുമായിട്ട് തിരിച്ചു പോരുന്നു. ഇതായിരുന്നു അവരുടെ പ്ലാൻ. Then the family said goodbye to the goat and Aaron put the rope round her neck. Zlateh behaved nicely. She licked Reuben's hand. She trusted human beings. They always fed her and never did her any harm. ഇവിടെ ആനിമൽസിന് മനുഷ്യനോടുള്ള ഒരു വിശ്വാസമാണ് കാണിക്കുന്നത്. ആ കുടുംബം മുഴുവനും സ്ലേറ്റയോട് ഗുഡ് ബൈ പറയുന്ന സമയത്ത് ആരൺ സ്ലേറ്റയുടെ കഴുത്തിൽ കെട്ടിയ കയറ് വളരെ മര്യാദയോട് കൂടിയൊക്കെ, ഈ കയറ് കെട്ടുമ്പോഴൊക്കെ ഈ വളരെ നൈസായിട്ടാണ് ഈ സ്ലേറ്റ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ സ്ലേറ്റ് റൂവൻ്റെ കയ്യിൽ, റൂവൻസ് ഹാൻഡ് ലിക്ഡ് റൂവൻസ് ഹാൻഡ് എന്നാണ്, റൂവൻ്റെ കൈ ഇങ്ങനെ ലിക്ക് ചെയ്തു. മനുഷ്യന്മാരെ വളരെ വിശ്വാസമാണ്, ഭയങ്കര വിശ്വാസമായിരുന്നു ഈ ആടിന്. എന്താ കാരണം? ഹ്യൂമൻ ബീയിങ്സ് ഈ സ്ലൈറ്റേക്ക് ഫെഡ് ചെയ്യും, ഭക്ഷണം കൊടുക്കും. ഒരിക്കലും ഈ സ്ലൈറ്റ് എന്ന ഗോട്ടിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. വെൻ ആരൺ ബോട്ട് ഹെർ ഔട്ട് ടു ദ റോഡ് ടു ടൗൺ ഷി വാസ് അസ്റ്റോണിഷ്ഡ്. ആ ഒരു വിശ്വാസം നശിച്ചു പോകുന്നുണ്ടോ എന്ന് തോന്നി. കാരണം ആരൺ ഈ ആടിനെയും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി ടൗണിലേക്ക് നടക്കുമ്പോൾ ഷീ വാസ് എസ്റ്റോണിഷ്ഡ്, അല്ലാതെ അതിശയം തോന്നി അവൾക്ക്. ഒരിക്കലും ഷീ വാസ് നെവർ ടേക്കൺ ഇൻ ദാറ്റ് ഡിറക്ഷൻ ബിഫോർ. ഒരിക്കലും ആ ഒരു ഡിറക്ഷനിലേക്ക്, ആ ഒരു ദിശയിലേക്ക് അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അതിശയം തോന്നി ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തേക്ക് അവളെ കൊണ്ടുപോയപ്പോൾ. പിന്നീട് പറയുന്നത് അവർ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുവാണ്. ഷീ ലുക്ക്ഡ് അറ്റ് ഹിം ആസ് ഹീഫ് ആസ്കിങ് ഹിം വേർ ഹി വാസ് ടേക്കിംഗ് ഹർ. എങ്ങോട്ടാണ് അവളെ കൊണ്ടുപോകുന്നത് എന്ന അർത്ഥത്തിൽ അവൾ ആരണിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ ഹാഡ് ടു ഫോളോ ഒബീഡിയൻ്റ്ലി വേർ ഷീ വാസ് ലെഡ്. പക്ഷേ ചോദിക്കാൻ കഴിയില്ല, എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് ആ വഴിക്ക് ഒബീഡിയൻ്റ് ആയിട്ട് പോവുക എന്നല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ദെൻ അവർ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ദേ പാസ്റ്റ് ന്യൂ ഫീൽഡ്സ്, പാസ്റ്റേഴ്സ് and huts. Here and there dog barked, and when the dog came chasing, Aaron drove it away with his stick. അവിടെ ആയിട്ട് ഒരു ഡോഗ് ഇങ്ങനെ ബാർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇവരെ ചേസ് ചെയ്ത് വന്നപ്പോൾ ആരൺ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് കൊണ്ട് അതിനെ ആട്ടി ഓടിച്ചു. വെൻ ദേ ലെഫ്റ്റ് ഹോം ദ സൺ വാസ് ഷൈനിങ്. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദ സൺ വാസ് ഷൈനിങ്, വളരെ നല്ല വെളിച്ചമുള്ള സമയമായിരുന്നു. ബട്ട് സഡൻലി എന്ത് സംഭവിച്ചു? ദ വെദർ ചേഞ്ച്ഡ്. അന്തരീക്ഷാകെ അങ്ങോട്ട് മാറി. ക്ലൗഡ്സ് സഡൻലി കവേർഡ് ദ സ്കൈ ആൻഡ് എ കോൾഡ് വിൻഡ് ബ്ലൂ. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ക്ലൗഡ്സ് എല്ലാം ആകാശത്ത് മൂടിക്കെട്ടി, ഒരു തണുത്ത കാറ്റിങ്ങനെ ആഞ്ഞടിച്ചു. ദ ക്രോസ് ഫ്ലൂ ലോ ക്രോക്കിംഗ്. Soon it began to hail as in summer. It was early in the day, but it became dark as dusk. The hail soon turned to snow. എന്താ സംഭവിച്ചത്? ഒരു തണുത്ത കാറ്റ് അവിടെ ആഞ്ഞടിച്ചു. ആ പരിസരത്തുണ്ടായിരുന്ന ക്രോസ്, കാക്കകളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വളരെ താഴ്ന്ന് പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മഞ്ഞ് വീഴാൻ തുടങ്ങി. പകൽ നേരം ആയിരുന്നെങ്കിലും, ഡേ ടൈം ആയിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ സന്ധ്യ ആവുന്നത് പോലെ, രാത്രിയാവുന്ന പോലെ ഡാർക്ക്, ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. എല്ലായിടത്തും ഇങ്ങനെ വല്ലാതെ സ്പ്രെഡ് ചെയ്തു. മഞ്ഞ് വളരെ ശക്തിയോടുകൂടി മഞ്ഞിങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പോൾ
വല്ലാത്ത ഒരു പ്രശ്നത്തിലകപ്പെട്ടു ഈ രണ്ടുപേരും. In his 12 years, Aaron had seen all kinds of weather, but he had never experienced a snow like this. 12 വയസ്സുള്ള ഈ ആരൺ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് വെതർ ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു മഞ്ഞുവീഴ്ച അവൻ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. In a short time, the path was completely covered. The wind was icy cold. Aaron could hardly see the road. The cold soon penetrated his quilted jacket. എന്തിനാ ക്വിൽറ്റഡ് ജാക്കറ്റൊക്കെ ഇട്ടത്? തണുപ്പുണ്ടാവുന്നതിനാണ്. പക്ഷേ ഈ അത്രയും നല്ല ജാക്കറ്റ് ഇട്ടിട്ടും ദ കോൾഡ് സൂൺ പെനട്രേറ്റഡ്, ആ ജാക്കറ്റിൻ്റെ ഉള്ളിലൂടെ വല്ലാതെ ഇങ്ങനെ തുളച്ച് കയറുന്ന തരത്തിലുള്ള തണുപ്പ്. ആരൺ കുഡ് ഹാർഡ്ലി സീ ദ റോഡിലുള്ളതൊന്നും നന്നായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ അവരുടെ വഴി മുഴുവനും ഐസി കോൾഡ്, അവരുടെ വഴി മുഴുവനും നല്ല മഞ്ഞുകൊണ്ട് മൂടിക്കെട്ടിപ്പോയി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. At first, Zlateh didn't mind the change of the weather. She too was 12 years old. രണ്ടുപേർക്കും ഒരേ വയസ്സ് തന്നെയാണ്. But when her legs sank deeper and deeper in the snow, she began to look at Aaron in surprise. ആദ്യമൊന്നും ഈ ഒരു വെതർ ചേഞ്ച് Zlateh അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെ കാലുകളൊക്കെ ഇങ്ങനെ തണുത്ത മഞ്ഞിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയപ്പോൾ she began to look at Aaron in surprise. It seemed she was asking why they were out in such weather. ആ ഒരു നോട്ടത്തിൽ എന്താണ് അർത്ഥം ഉണ്ടായിരുന്നത്? ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ എന്തിനാ പുറത്തിറങ്ങിയത് എന്നുള്ളൊരു മാനസികാവസ്ഥ. There was nobody on the road. ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സമയം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് the snow grew thicker. Aaron noticed that now they were not on the road but in a ploughed field. ആരണിന് പിന്നെ മനസ്സിലായത് ഞങ്ങൾ വഴി മാറിപ്പോയിട്ടുണ്ട്. റിയൽ വേയിലല്ല നമ്മളുള്ളത്, ഈ ഒരു ഫീൽഡിലെത്തിപ്പോയിട്ടുണ്ട്. He had lost his way. He could no longer see which was east or west or which way to the town or village. ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. The wind whistled and whirled the snow. Zlateh stopped walking and she could walk no longer. അങ്ങനെ പെട്ടെന്ന് Zlateh പോകുന്ന വഴിയിൽ അവിടെ നിന്നു. ഇനി ഒരടി ആ തണുപ്പത്ത് അവൾക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുമായിരുന്നില്ല. She belated as if telling Aaron to take her home. എന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി, ഇങ്ങനൊരു തണുപ്പത്ത് ആക്കിയിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിക്കല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആടിൻ്റെ കണ്ണുകൾ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ ഐസ്ലെസ് ഹങ് ഫ്രം ഹെർ ബേർഡ് ആൻഡ് ഹെർ ഹോം വർ കവേർഡ് വിത്ത് ഫ്രോസ്റ്റ്. എല്ലാം ആടിൻ്റെ ശരീരം മുഴുവനും, താടി ഭാഗം, ബോഡിയുടെ ഭാഗം എല്ലാം ഇങ്ങനെ മഞ്ഞ് കൊണ്ട് ഇങ്ങനെ വല്ലാതെ മൂടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ വല്ലാതെ എല്ലാം അവളുടെ താടിയിലും കൊമ്പിലും ഒക്കെ ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്ന് വല്ലാതെ തണുപ്പുള്ള ഒരു സിറ്റുവേഷൻ. Aaron knew that unless they found some shelter, they would freeze to death. ആരൺ അങ്ങനെ മനസ്സിലാക്കുവാണ്, ഈ തണുപ്പത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു പോകും എന്നുള്ളൊരു ചിന്ത വരുന്നു. ഇറ്റ് വാസ് നോട്ട് ആൻ ഓർഡിനറി സ്റ്റോം ബട്ട് എ മൈറ്റി ബ്ലിസാർഡ്. ഒരിക്കലും ഒരു സാധാരണ സ്റ്റോം ആയിരുന്നില്ല, വളരെ ശക്തിയുള്ള ഒരു ബ്ലിസാർഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴ്ചയായിരുന്നു അത്. അങ്ങനെ മഞ്ഞ് വീണ് അവൻ്റെ ടോസ് വരെ മുട്ട് വരെ ഹിസ് ഹാൻഡ്സ് വർ നംബ് and he could not feel his toes. He choked when he breathed. His nose was like wood. ശരീരമൊക്കെ ഇങ്ങനെ തണുത്തുറഞ്ഞു, മഞ്ഞിലിങ്ങനെ മരക്കഷ്ണങ്ങൾ കണക്കെ ശരീരമൊക്കെ ഇങ്ങനെ ആയി. എന്ത് ചെയ്യണമെന്നറിയാതെ Zlateh's breathing began to look like crying. Zlateh വല്ലാതെ കരയാൻ തുടങ്ങി. കരച്ചിലൊക്കെ വളരെ ദയനീയമായ കരച്ചിലായി മാറി. ആരൺ ബിഗാൻ ടു പ്രേ ടു ഗോഡ് ഫോർ ഹിംസെൽഫ് ആൻഡ് ഫോർ ദി ആനിമൽ. രണ്ടുപേരെയും രക്ഷിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സഡൻലി ഹി സോ ദ ഷേപ്പ് ഓഫ് എ ഹിൽ. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽ ഒരു ഹില്ലിൻ്റെ ഷേപ്പിൽ ഒരു സംഭവം കാണുന്നത്. ഹി വണ്ടേർഡ് വാട്ട് ഇറ്റ് കുഡ് ബി. He moved towards it, dragging Zlateh. It was large haystack blanketed by snow.
സ്ലാറ്റയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് സ്നോ കൊണ്ട് ബ്ലാങ്കറ്റ് ചെയ്തിരിക്കുന്ന, സ്നോ കൊണ്ട് മറിഞ്ഞിരിക്കുന്ന ഒരു ഹെയർ സ്റ്റാക്ക്, വൈക്കോൽക്കൂനയാണ് മുന്നിൽ കണ്ടത്. അങ്ങനെ ആരൺ ന്യൂ ദേ വർ സേവ്ഡ്. അവിടെ താമസിക്കാം, അവിടെ നിൽക്കാം, ഈ മഞ്ഞൊന്ന് പോകുന്നത് വരെ ഈ ഹെയർ സ്റ്റാക്കിൽ ജീവിക്കാം, ഈ ഹെയർ സ്റ്റാക്കിൽ ഷെൽട്ടർ തേടാം എന്നുള്ള രീതിയിൽ ആരൺ സ്ലാറ്റയും കൊണ്ട് ആ ഹെയർ സ്റ്റാക്കിലേക്ക് കയറുന്നു. വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ഹി ഡഗ് ഹിസ് വേ ത്രൂ ദ സ്നോ. വെൻ ഹി റീച്ച്ഡ് ദ ഹെയർ സ്റ്റാക്ക് ദ ഡഗ് എ നെസ്റ്റ് ഇൻ ഇറ്റ് ഫോർ ഹിംസെൽഫ് ആൻഡ് ദ ആനിമൽ. ആ ഹെയർ സ്റ്റാക്കിൽ കയറിയപ്പോൾ വളരെ ഇങ്ങനെ ഡാർക്ക്നെസ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള വെളിച്ചം വരാൻ വേണ്ടി ഒരു ചെറിയ നെസ്റ്റ്, ഒരു ചെറിയ ഹോൾസ് ഒക്കെ അതിലുണ്ടാക്കുന്നു. ഇൻ ദ ഹേ ഇറ്റ് വുഡ് ബി ഓൾവേസ് വാം. നമുക്കറിയാം വൈക്കോൽ എപ്പോഴും വൈക്കോലിനുള്ളിൽ നല്ല വാമായിരിക്കും. ഇറ്റ് വാസ് ഓൾസോ ഫുഡ് ഫോർ സ്ലേറ്റെ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ വൈക്കോൽ എന്ന് പറയുന്നത് സ്ലാറ്റേക്കുള്ള ഫുഡാണ്. ഷീ സൂൺ ബിഗാൻ ടു ഈറ്റ് ഇറ്റ്. ഔട്ട്സൈഡ് ദ സ്നോ കണ്ടിന്യൂഡ് ടു ഫോൾ. ഇറ്റ് സൂൺ കവേർഡ് ദ പാസേജ് ആരൺ ഹാഡ് ഡഗ്. ആരൺ ചെറിയൊരു നാരോ പാസേജ് ഉണ്ടാക്കി വെച്ചിരുന്നു പുറത്തുനിന്നുള്ള വെളിച്ചം വരാൻ വേണ്ടി. ആ വഴിയൊക്കെ വീണ്ടും മഞ്ഞ് വന്നിട്ട് അടിഞ്ഞുപോയി. They needed air to breathe. So Aaron bored a kind of window through the hay and snow and kept the passage clear. Then Aaron വീണ്ടും ഒരു വിൻഡോ പോലെ ഉണ്ടാക്കി പാസേജ് ക്ലിയർ ആക്കാൻ നോക്കി. Zlateh ate her fill and she seemed to have regained her confidence in man. ദെൻ സ്ലാറ്റെ വിശന്ന് വലിഞ്ഞ് നിൽക്കുമായിരുന്നു, വല്ലാതെ പേടിച്ചരണ്ട് നിൽക്കുമായിരുന്നു. ഈ വൈക്കോലെല്ലാം കഴിച്ച് വയറൊക്കെ ഫുള്ളായപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നി. ആരൺ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 slices ഓഫ് ബ്രെഡ് ആൻഡ് ചീസ് കഴിച്ചു. ആഫ്റ്റർ ദ ഹാർഡ് ജേർണി ഹി വാസ് സ്റ്റിൽ ഹംഗ്രി. ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തിയതോടു കൂടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞിട്ടും വിശപ്പ് മാറുന്നുണ്ടായിരുന്നില്ല. ഹി വാസ് സ്റ്റിൽ ഹംഗ്രി. ഹി സോ ദ അഡേഴ്സ് ഓഫ് സ്ലേറ്റെ വർ ഫുൾ. അപ്പോഴാണ് സ്ലേറ്റയുടെ വയറും ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ സ്ലേറ്റെ അവിടെ ആരണിന് മിൽക്ക് ഫീഡ് ചെയ്യുവാണ്. ഇറ്റ് വാസ് റിച്ച് ആൻഡ് സ്വീറ്റ്. സ്ലേറ്റെ വാസ് നോട്ട് യൂസ്ഡ് ടു ബി മിൽക്ക്ഡ് ദാറ്റ് വേ ബട്ട് ഷീ ഡിഡ് നോട്ട് റെസിസ്റ്റ്. അങ്ങനെ ഒരിക്കലും സ്ലേറ്റെ ആർക്കും മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആരൺ അത് കുടിച്ചപ്പോൾ സ്ലേറ്റെ അത് റെസിസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ വിശപ്പൊക്കെ മാറിയതിന് ശേഷം ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു വെതർ ചേഞ്ച് മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ത്രൂ ദ വിൻഡോ ആരൺ കുഡ് സീ ദ ഖാവോസ് ഔട്ട്സൈഡ്. ജനലിൽ കൂടി അവർ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും ഇങ്ങനെ കാണുകയാണ്. ഇരുട്ടായതുകൊണ്ട് രാത്രിയാണോ ഈ കൊടുങ്കാറ്റിൻ്റെ ഇരുട്ടാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ഹെയർ സ്റ്റാക്കിന് നല്ല തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉണങ്ങിയ വൈക്കോല് ഒരു വല്ലാത്ത നല്ലൊരു ഫീലിംഗ് അവർക്ക് സമ്മാനിച്ചു. അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലാറ്റെ ഇടക്കിടക്ക് വന്നിട്ട് ഈ വൈക്കോൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴെ നിന്നും ഒക്കെ കടിച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആരൺ അതിനെ തൊട്ടിട്ടിങ്ങനെ തൊട്ടടുത്ത് കിടക്കുകയാണ്. അവനെപ്പോഴും ഈ സ്ലാറ്റെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്ടത്തിനേക്കാളും കൂടുതൽ ഒരു വല്ലാത്ത വാത്സല്യം, ഒരു സിസ്റ്ററിനോട് എന്ന പോലെ ഒരു കൺസിഡറേഷനാണ് അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, Aaron explained that if the snow continues falling, they will have to stay there for days. ആരൺ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്ലാറ്റാൻ്റെ അടുത്ത്. അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി, പരസ്പരം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ആരൺ പറയാണ്, ഇങ്ങനെ മഞ്ഞുവീഴ്ച തുടരുവാണെങ്കിൽ നമ്മൾ ദിവസങ്ങളോളം ഇവിടെ താമസിക്കേണ്ടി വരും. ഹെർ റെസ്പോൺസ് വാസ് ഹെർ ബ്ലീറ്റ്. അങ്ങനെ he told her that he needs her and needs him. Her and she needs him. He soon became sleepy. അങ്ങനെ ആരൺ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ എനിക്ക് നീയും നിനക്ക് ഞാനും ആവശ്യമാണ്, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ മേക്കിംഗ് എ ഹീപ്പ് ഓഫ് ഹേ എസ് പില്ലോ ഹീ സ്ലെപ്റ്റ്. സ്ലേറ്റെ ടു സ്ലെപ്റ്റ്. രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോവാണ്. When Aaron opened his eyes, he didn't
നോ ഇറ്റ് വാസ് എ ഡേ ഓർ നൈറ്റ്. ഡേ ആണോ നൈറ്റ് ആണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല എഴുന്നേറ്റപ്പോൾ. ദ സ്നോ ഹാഡ് ബ്ലോക്ക്ഡ് ഹിസ് വിൻഡോ. ഹി ക്ലിയർഡ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്. ഹാൻഡ് കൊണ്ടത് മാറ്റി നോക്കി. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ബ്ലോക്ക്ഡ്. He had his stick with him, and with the stick he cleared the snow further for the air to enter. കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് കൊണ്ട് ഇത്തിരി എയർ അകത്തേക്ക് കടക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. ദ വിൻഡ് വെയിൽഡ് ആൻഡ് അറ്റ് ടൈംസ് ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ഡെവിളിഷ് ലാഫ്റ്റർ. സ്ലേറ്റ് ടു വോക്കപ്പ്. വല്ലാതെ പേടിപ്പെടുത്തുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. ഇവർ വിചാരിച്ച പോലെ മഞ്ഞ് വീഴുന്നതും ആ ഡാർക്ക്നെസ്സും ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഹി ഗ്രീറ്റഡ് ഹർ ആൻഡ് ഷീ റെസ്പോണ്ട് ആൻഡ് വി മസ്റ്റ് ആക്സെപ്റ്റ് ഓൾ ദറ്റ് ഗോഡ് ഗിവ്സ് അസ്. ഹീറ്റ്, കോൾഡ്, ഹങ്കർ, സാറ്റിസ്ഫാക്ഷൻ, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ സ്ലേറ്റയുടെ ശബ്ദം ഉണ്ടാക്കലിൽ നിന്ന് സ്ലേറ്റെ പറയുന്നതായിട്ട് ഇവന് ആരോണിന് ഫീൽ ചെയ്യുന്നത് എന്താണ്? ഗോഡ് നമുക്ക് തരുന്നതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിപ്പോൾ ചൂടായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, വിശപ്പായിക്കോട്ടെ, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, സാറ്റിസ്ഫാക്ഷൻ, എന്ത് വേണേലും ആയിക്കോട്ടെ, ദൈവം നമുക്ക് തരുന്നതൊക്കെ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്ക് വീണ്ടും ആരോൺ വാസ് ഹംഗ്രി. സ്ലേറ്റെ ഹാഡ് പ്ലെൻറ്റി ഓഫ് മിൽക്ക്. For 3 days they stayed in the haystack. Aaron had loved Zlateh, but now he started loving her more and more. She fed him and kept him warm. She comforted him with her passions. He told her many stories. When he patted her, she licked his hand and face. When she said, "Ma," Aaron knew it meant, "I love you too." ഇവിടെ 3 ദിവസത്തോളം ആ ഒരു രീതിയിൽ ഇവർ താമസിക്കുവാണ്. 3 ദിവസം പരസ്പരം ഫീഡ് ചെയ്തും പരസ്പരം സ്നേഹിച്ചും അവർ താമസിക്കുന്നു. അവർ പോലും അറിയാതെ വല്ലാത്തൊരു അൺകണ്ടീഷൻഡ് സ്പെഷ്യൽ ബോണ്ട് അവർ തമ്മിലുണ്ടാവുന്നു. ആരൺ സ്ലേറ്റയോട് സംസാരിക്കുന്നു, സ്ലേറ്റെ തിരിച്ചിങ്ങോട്ട് സ്നേഹം കാണിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട്, ഭയങ്കര ഒരു വാത്സല്യം, ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യുവാണ്. ദെൻ ഞാൻ പറഞ്ഞു 3 ദിവസം ഏതാണ്ട് കഴിഞ്ഞു. ദ സ്നോ ഫെൽ ഫോർ 3 days. സംടൈംസ് ആരൺ ഫെൽറ്റ് ദാറ്റ് ദ നെവർ വാസ് എ സമ്മർ ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് സ്നോഫോൾ. എപ്പോഴും ഇവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് വരെ ഉണ്ടായി. ഹി ഫെൽറ്റ് ഹി ഹാഡ് നോ ഫാദർ, നോ മദർ ഓർ സിസ്റ്റേഴ്സ്. ഹി വാസ് നൗ എ ചൈൽഡ് ബോൺ ഓഫ് സ്നോ ആൻഡ് സോ വാസ് Zlateh. He and Zlateh slept the whole night and a good part of the day. He dreamt about warm weather. He dreamt of green field, trees covered with flowers, clear brooks and singing birds. അതിനകത്ത് നിന്ന് വല്ലാതെ തണുപ്പ് കൊണ്ടിങ്ങനെ ഈ ഒരു കാലാവസ്ഥ തീരെ മാറാതിരുന്നപ്പോൾ അവന് ഫാമിലി ഉണ്ടെന്നോ ഫാദർ മദർ സിസ്റ്റേഴ്സ് ഉണ്ടെന്നോ ഒക്കെ മറന്നുപോയി. ആ വൈക്കോൽ കൂനയിൽ ജനിച്ച 2 കുഞ്ഞുങ്ങളായിട്ടാണ് അവർ 2 പേരും അവൻ കാണാൻ ശ്രമിച്ചത്. ബൈ ദ 3rd night ദ സ്നോ സ്റ്റോപ്ഡ്. 3ാമത്തെ ദിവസം രാത്രിയായപ്പോൾ ഈ സ്നോഫോൾ സ്റ്റോപ്പ് ആവാൻ തുടങ്ങി. ആരൺ ഡിഡൻറ്റ് dare to find his way home in the darkness. പക്ഷേ രാത്രി ആയിരുന്നതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴി ആരണിന് നിശ്ചയം ഉണ്ടായിരുന്നില്ല. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ്. Then the sky became clear and the moon shone. പെട്ടെന്ന് തന്നെ ആകാശം തെളിഞ്ഞു. നക്ഷത്രത്തിൻ്റെയും മൂൺ ചന്ദ്രൻ്റെയും ഒക്കെ നിലാവ് വെളിച്ചം പരന്നു. ആരോൺ dug his way out and looked at the world. It was all quiet, white, dreaming dreams of heavenly splendor. പുറത്തിറങ്ങി ആകാശത്തേക്കും അന്തരീക്ഷത്തിലേക്കൊക്കെ നോക്കിയപ്പോൾ ഇറ്റ് വാസ് വെരി ക്ലിയർ and splendor. The stars were large and close. The moon swam in the sky as if in a sea. വളരെ നല്ല അന്തരീക്ഷം. അവർക്ക് വഴിയൊക്കെ കാണാൻ പറ്റുന്ന ഈ 3 ദിവസത്തെ മഞ്ഞ് വീഴ്ചയൊക്കെ നിന്ന് വളരെ നല്ലൊരു അന്തരീക്ഷമായി മാറി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുന്നു. On the 4th morning, Aaron heard the ringing of sleigh bells. The haystack was not far from the road.
അങ്ങനെ 4-ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ അവർ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് റോഡിൽ നിന്നും മാറിയിട്ടാണ് ഈ ഹെയർ സ്റ്റാക്ക് ഉണ്ടായിരുന്നത്. അത് ഒരുപാട് അങ്ങോട്ട് മാറിയായിരുന്നല്ല എന്ന് അവന് മനസ്സിലാവുന്നു. ദ പെസൻറ്റ് ഹു ഡ്രവ് ദ സ്ലേ പോയിൻറ്റഡ് ഔട്ട് ദ വേ ടു ഹിം ടു ഹിസ് വില്ലേജ്. അപ്പോൾ ഒരു സ്ലേ അതിലൂടെ വന്നു. ഈ സ്ലേ എന്ന് പറയുന്നത് നമ്മളുടെ ആനിമൽസ് വലിക്കുന്ന വണ്ടി. അപ്പോൾ അതിലുള്ള ചെറിയ ബെല്ല് ഉണ്ടായിരുന്നു. ആ ശബ്ദം കാരണം അവരെഴുന്നേറ്റു. അവർക്ക് വഴികാട്ടിയായിട്ട് മാറി. അവരുടെ വില്ലേജിലേക്കുള്ള വഴിയിലേക്ക് അവരെത്തുന്നു. ആരൺ ഹാഡ് ഡിസൈഡഡ് ഹി വുഡ് നെവർ പാർട്ട് വിത്ത് സ്ലേറ്റെ. ഒരു 3 ദിവസത്തെ അനുഭവം കൊണ്ട് ആരൺ മനസ്സിൽ തീരുമാനിക്കുവാണ്, ഒരിക്കലും എൻ്റെ സ്ലേറ്റയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞങ്ങളിൽ നിന്ന് അടർത്തി മാറ്റില്ല. Aaron's family and their neighbors had searched for the boy, but they had no trace of them. ഇതേ സമയം ആരൻ്റെ വീട്ടിലെന്താ സംഭവിച്ചത്? 3 ദിവസമായി കുട്ടി പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. നൈബേഴ്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അവരെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് അവർക്കൊന്നും അവരെ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ നഷ്ടപ്പെട്ടു പോയി, ഹി വാസ് ലോസ്റ്റ് എന്നാണ് അവർ വിചാരിച്ചത്. വല്ലാതെ പേടിച്ചരണ്ട് നിൽക്കുമായിരുന്നു. ആരൺസ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് ക്രൈഡ് ഫോർ ഹിം. ഹിസ് ഫാദർ റിമൈൻഡ് സൈലൻറ്റ് ആൻഡ് ഗ്ലൂമി. ഫാദർ വല്ലാതെ ഗ്ലൂമിയായി, സൈലൻ്റായി, ഒന്നും സംസാരിക്കാനില്ലാതെ വല്ലാതെ വിഷമത്തിൽ നിൽക്കുവാണ്. സഡൻലി എ നൈബർ കെയിം റണ്ണിങ് ടു ടെൽ ദം ദാറ്റ് ആരൺ ആൻഡ് സ്ലേറ്റെ ആർ ഓൺ ദെയർ വേ ഹോം. അങ്ങനെ വല്ലാത്തൊരു ശോകമൂകമായ അന്തരീക്ഷത്തിലേക്കാണ് പെട്ടെന്നൊരു നൈബർ ഓടി വന്നിട്ട് പറയുന്നു, സ്ലേറ്റെ ആൻഡ് ആരൺ ആർ കമ്മിങ്. അവർ വന്നുകൊണ്ടിരിക്കുവാണ്. വല്ലാത്ത സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു അത്. ദർ വാസ് ഗ്രേറ്റ് ജോയ് ഇൻ ദ ഫാമിലി. ആരൺ ടോൾഡ് ദം about the haystack and how Zlateh fed him. Aaron's sister hugged and kissed Zlateh and gave her a special treat of chopped carrots and potato peels. ഈ കഥ മുഴുവനും ആരൺ വീട്ടിലെത്തി എല്ലാവരോടും പറയുന്നു. ആരൻ്റെ സിസ്റ്റേഴ്സ് ഇത് കേട്ടിട്ട് സ്ലേറ്റേനെ ഹഗ് ചെയ്ത് വല്ലാതെ സ്നേഹം കാണിക്കുകയാണ്. നോബഡി അഗെയിൻ തോട്ട് ഓഫ് സെല്ലിങ് സ്ലേറ്റെ. ഈ ഒരു സിറ്റുവേഷന് ശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം സ്ലേറ്റേനെ വിൽക്കുക എന്നതിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ദ കോൾഡ് വെദർ ഫൈനലി സെറ്റ് ആൻഡ് ദ വില്ലേജേഴ്സ് വാണ്ടഡ് ദ സർവീസ് ഓഫ് റോവൻ ദ ഫെറിയർ. വെൻ ഹനുക്ക കെയിം, Aaron's mother could fry pancakes every evening and Zlateh got her portion too. അങ്ങനെ അതോടുകൂടി അവരുടെ ആ കാലാവസ്ഥയൊക്കെ മാറുന്നു. അവരുടെ ഫാമിലിയിൽ നല്ല കാലം, അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ മാറി. ഹനുക്ക ടൈം വരുമ്പോഴേക്ക് അവരുടെ ബിസിനസ്സൊക്കെ പച്ച പിടിക്കുന്നു. ഹനുക്ക ടൈമിൽ എല്ലാ ഈവനിങ്ങിലും ആരൻ്റെ മദർ പാൻകേക്സ് ഒക്കെ വിൽക്കാൻ തുടങ്ങി. സ്ലേറ്റെ അതുണ്ടാക്കുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഷീ ഓഫൺ കെയിം ടു ദ കിച്ചൺ ആൻഡ് ഷീ വാസ് ഓൾവേസ് അഡ്മിറ്റഡ്. ഇൻ ദ ഈവനിങ് ആരൺ, മിറിയൻ ആൻഡ് അന്ന പ്ലേഡ് ഡ്രൈഡ്. Zlateh sat near the stove watching the children and flicking off the Hanukkah candles. അപ്പോൾ കുട്ടികൾ ഹനുക്ക ക്യാൻഡിൽസ് കത്തിക്കുന്നതൊക്കെ നോക്കി വാച്ച് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് സ്ലേറ്റെ ഉണ്ടാവും. വല്ലാത്ത സന്തോഷത്തിൽ സ്ലേറ്റെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെ അവിടെ മാറുവാണ്. അവർ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെ പിന്നീട് സ്ലേറ്റേനെ വിൽക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർ ജീവിച്ചു പോവുകയാണ്. Sometimes Aaron asked Zlateh if she remembered those 3 days, and then she would scratch her neck with her horns, shake her white bearded head, and bleat, "Ma." It expresses all thought and her love. ചില സമയത്തൊക്കെ സ്ലേറ്റയോട് ആരോൺ ചോദിക്കുമായിരുന്നു, നിനക്ക് ആ 3 ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഇത് കേൾക്കുമ്പോൾ തന്നെ സ്ലേറ്റെ എന്ത് ചെയ്യും? തൻ്റെ കൊമ്പുകൊണ്ട് കഴുത്തിങ്ങനെ ചൊറിഞ്ഞ് വൈറ്റ് ബിയേർഡുള്ള ആ ഹെഡൊക്കെ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദത്തിൽ എല്ലാ തിങ്കിങ്സും എല്ലാ സ്നേഹവും വെളിപ്പെടുത്താറുണ്ടായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഈ കഥ അവസാനിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് all of you understood very well the idea and theme, the plot of this story. And this is all about this session. Study well, be happy, stay healthy. We will meet again soon with a new topic on the next session. Till then, bye.